ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന പ്രശസ്തമായ നാടകത്തിൽ T.S. ഏലിയാട്ട് സമാധാനത്തെക്കുറിച്ച് ഒരു ആവിഷ്കരണം നടത്തിയിട്ടുണ്ട്. നാടകത്തിലെ മുഖ്യ കഥാപാത്രം ബിഷപ്പ് തോമസ് 1170 ക്രിസ്മസ് പ്രഭാതത്തിൽ തന്റെ പള്ളിയിൽ ആരാധനയ്ക്ക് എത്തിയ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു: സമാധാനത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് ആലോചിക്കുക. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന അർത്ഥമാണോ? തീർച്ചയായുമല്ല. സമാധാനത്തിന് നമ്മൾ എന്ത് അർത്ഥമാണ് കൽപ്പിക്കുന്നത്? ഇംഗ്ലണ്ട് അയൽ രാജ്യങ്ങളുമായി സമാധാനത്തിൽ വർത്തിക്കുന്നു. ലാഭങ്ങളുടെ കണക്കുകൂട്ടൽ നടത്തുന്ന ഒരു വ്യാപാരിയും തൊഴിലാളിയും, മൊബൈൽ ഫോണിലൂടെ സെൽഫി എടുക്കാനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു യുവതി. ഇതൊക്കെയാകാം നമ്മുടെ സങ്കല്പത്തിലെ സമാധാന ചിത്രങ്ങൾ. എന്നാൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മനസ്സിലുള്ള ഉത്തരം ഇത്തരം ചിത്രങ്ങളിൽ കാണുന്നില്ല. കർത്താവിന്റെ ശിഷ്യഗണത്തിനോ കർത്താവിന് തന്നെയോ ഇത്തരം അനുഭവങ്ങൾ ഇല്ലായിരുന്നുവെന്നതാണ് സ്പഷ്ടം. ആഡംബര ജീവിതത്തിന്റെ, കമ്പോള സംസ്കാരത്തിന്റെ, ഉപഭോഗ മനസ്സിന്റെ നേർക്കാഴ്ചകൾക്ക് സമാധാനത്തിന്റെ ശരിയായ അർത്ഥം നൽകുവാൻ കഴിയുന്നില്ല. ഇന്ന് കേവല സുഖം സമാധാനത്തിന്റെ പര്യായമാകുമ്പോൾ അപരനുള്ള കരുതൽ തീർത്തും അന്യമാകുന്നു. ഇവിടെ സമാധാനം സ്വാർത്ഥതയുടെ, വ്യക്തി താൽപര്യങ്ങളുടെ, സ്വയത്തിന്റെ പുറംചട്ടയായി വായിക്കപ്പെടുകയാണ്. അത്യാവശ്യങ്ങൾ ഉടൻ നിറവേറ്റുകയും ആവശ്യങ്ങളെ സാധിക്കുമെങ്കിൽ നിറവേറ്റുകയും അനാവശ്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു മുൻഗണനാക്രമം ജീവിതത്തിൽ രൂപമെടുക്കുമ്പോൾ നാം യഥാർത്ഥ സമാധാനത്തിന്റെ വക്താക്കളായി മാറും. ഈ നോമ്പുകാലം അപ്രകാരം ഒരു മുൻഗണനാക്രമം നമ്മുടെ ജീവിത ക്രമീകരണങ്ങളിൽ സാധ്യമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ദിവ്യ സമാധാനത്തെ സമൂഹത്തിലെ വേദനയിലും ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലും ആയിരിക്കുന്നവരിലേക്ക് പകരുവാൻ, അപ്രകാരം ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.